ഇനി റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത് വേറിട്ടൊരു സ്ഥലത്തേക്കാണ്. നിഗൂഢതകളുടെ ഫ്രീമേസൺസിന്റെ ഉള്ളറകളിലേക്ക് ഒരു യാത്ര. ആരാണ് ഫ്രീമേസൺസ്? ശ്രീലക്ഷ്മി ബി പിള്ള നമ്മൾ എവിടേക്ക് കൊണ്ടുപോകും? ഇതാണ് ലോഡ്ജ് കൊച്ചിൻ അല്ലെങ്കിൽ ഫ്രീമേസൺസ്. എന്താണ് ഫ്രീമേസൺസ്? ആരൊക്കെയാണ് ഇതിലുള്ളത്? എന്താണ് ഇവരുടെ ആചാരങ്ങൾ? നമുക്ക് നോക്കാം. ഫ്രീമേസൺസ് പ്രസ്ഥാനം ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം. അതിൽ കേരളത്തിൽ ഫോർട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും പ്രവർത്തിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്ന മലയാളികൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. അവർ ആരും തന്നെ പൊതുസമൂഹത്തിൽ ഇറങ്ങാറില്ല. ഫ്രീമേസൺസും ഇലുമിനാറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനും കാരണമുണ്ട്. ഇവരുടെ ആചാരങ്ങൾ, ഇവരുടെ ചിഹ്നങ്ങൾ, ഇവരുടെ വിശ്വാസങ്ങൾ, ഇവരുടെ നിഗൂഢതകൾ, ഇതാണ് ഇവരെ തമ്മിലുള്ള താരതമ്യപ്പെടുത്താൻ കാരണം. എല്ലാ മാസത്തെയും അവസാന ശനിയാഴ്ച ഡിസംബറിലെ 2ാം ശനിയാഴ്ചയും ഇവിടെ രഹസ്യ മീറ്റിംഗ് നടക്കുന്നതായി അറിയപ്പെടുന്നു. ഈ മീറ്റിംഗിൽ ഉന്നതരായ നിരവധി പേരും സാധാരണക്കാരും പങ്കെടുക്കുന്നതായും അറിയപ്പെടുന്നു. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കാലാകാലങ്ങളായി നിരവധി നിഗൂഢതകളുണ്ട്. ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? അവരുടെ ആചാരങ്ങൾ എന്താണ്? അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും രഹസ്യ പ്രവർത്തനങ്ങളുണ്ടോ? നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ഫ്രീമേസൺസ് പ്രസ്ഥാനത്തിലെ നിഗൂഢതകളാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബ്രിട്ടനിൽ നിന്ന് വരുന്ന ഫ്രീമേസൺസ് പ്രസ്ഥാനത്തിന്റെ സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രചാരണങ്ങൾ പ്രധാനമായും ഇവർ ഒരുമിച്ചിരുന്നുള്ള അത്താഴ വിരുന്ന്, അതുപോലെ ഇവരുടെ ആചാരങ്ങൾ എല്ലാം തന്നെ അതിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നത് കേരളത്തിലെ ഫ്രീമേസൺസ് പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ അവരുടെ പ്രചാരണം നടത്താത്തതെന്നാണ്. ആരാണ് ഈ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ? എവിടെയാണ് ഈ അംഗങ്ങൾ ഉള്ളത്? അതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം. നിരവധി നിഗൂഢ കഥകൾ നിറഞ്ഞ കൊച്ചിൻ ലോഡ്ജിൽ നിന്ന് ക്യാമറമാൻ വിനോദിനൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളെ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.